ഹലോ, വെൽക്കം ബാക്ക് ടു തത്വമസി യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജൂലൈ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്, എന്തൊക്കെ ചാലഞ്ചസ് ആണ് വരുന്നത്, എങ്ങനെ നിങ്ങൾക്ക് അതിനെ മറികടക്കാം, അതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഓവറോൾ ഗൈഡൻസ്, ഇതെല്ലാം നമ്മൾ നോക്കാൻ പോവാണ്. സോ അതിനായിട്ട് നമ്മളിവിടെ രണ്ട് ഗ്രൂപ്പ്സ് വെച്ചിട്ടുണ്ട്. ഗ്രൂപ്പ് നമ്പർ 1 ഗ്രേറ്റ് ടീച്ചർ ആൻഡ് ഗ്രൂപ്പ് നമ്പർ 2 ദ ഫയർ ഗാർഡിയൻ. നിങ്ങളൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുക്കുക. അതിനുശേഷം ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കാർഡിനോടാണ് അട്രാക്ഷൻ തോന്നുന്നത് ആ ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഓക്കെ, യെസ്, നിങ്ങൾ സെലക്ഷൻസ് നടത്തിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഗ്രൂപ്പ് നമ്പർ 1 ദ ഗ്രേറ്റ് ടീച്ചർ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കിടക്കാം. യെസ്, ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾ ഗ്രേറ്റ് ടീച്ചർ മാസ്റ്റർ കാർഡായിട്ട് സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മന്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓവറോൾ നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, ഫിനാൻസസ്, റിലേഷൻഷിപ്പ്, കരിയർ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കാം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങളുടെ അഫർമേഷൻ ഫോർ ദ മന്ത് ആൻഡ് ഇത് നിങ്ങളുടെ മൂൺ ഗൈഡൻസ് ആണ്. നമുക്ക് ആദ്യം കാർഡ്സ് റീഡ് ചെയ്യാം, അതിനുശേഷം നമുക്ക് അഫർമേഷൻസിലേക്ക് കടക്കാം. ഇത് നിങ്ങളുടെ ടാരോ ഗൈഡൻസ് ആണ്. ക്വീൻ ഓഫ് ഇൻസ്പിറേഷൻ, ദ ഹെർമിറ്റ്, ടു ഓഫ് ഇമോഷൻസ്, ക്വീൻ ഓഫ് വോയിസസ്, ടെമ്പറൻസ് ആൻഡ് ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. കൂടാതെ നിങ്ങളുടെ ഒറാക്കിൾ കാർഡ്സ്, ത്രൈവിംഗ്, ബ്ലെസ്സിങ്സ്, വാട്ടർ ഗാർഡിയൻ ആൻഡ് ഗ്രേറ്റ് ടീച്ചർ, ഇതാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ക്വീൻ ഓഫ് ഇൻസ്പിറേഷൻ. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കേണ്ട ഒരു മാസമാണ് ജൂലൈ മന്ത്. നിങ്ങളിലേക്ക് ഒരുപാട് ഐഡിയാസ് റഷ് ചെയ്ത് വരുന്നുണ്ട്. അത് ഒരു പ്ലാനിങ് ഫേസിന്റെ സ്റ്റേജ് കഴിഞ്ഞു. അതല്ലെങ്കിൽ നിങ്ങൾ അധികം ഇനിയും പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ മുന്നോട്ടേക്ക് ഡിലേ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. യു ഹാവ് ടു ആക്ട് നൗ. നിങ്ങൾ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങേണ്ട സമയമാണ്. അതുപോലെ ക്വീൻ ഓഫ് വോയിസസ് വന്നിട്ടുണ്ട്. സംസാരവും പ്രവൃത്തിയും അലൈൻഡ് ആവേണ്ടതായിട്ടുള്ള ഒരു മാസം. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളോട് സ്വയം പ്രോമിസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. സത്യസന്ധമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ്, സത്യസന്ധതയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സമയം. അതായത് നിങ്ങൾ ഇതിനു മുൻപ് ചില കാര്യങ്ങൾ നടക്കാൻ കള്ളത്തരങ്ങൾ പറയുന്നുണ്ടാവാം, സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുന്നുണ്ടാവാം, നിങ്ങളുടെ ട്രൂ ഇമോഷൻസ് മറച്ചു വെച്ച് സംസാരിക്കുന്നുണ്ടാവാം, കണ്ടില്ലെന്ന് നടിച്ചു നിങ്ങൾ നീങ്ങുന്നുണ്ടാവാം. എന്നാൽ ഈ ഒരു മാസം നിങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഗ്രോത്ത് കൊണ്ടു തരികയില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് തിരിച്ചടികൾ വരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് വാട്ട് യു ടോക്ക്. നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കുക. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രം പറയുക. ട്രൂത്ത്ഫുള്ളി, ഹോണസ്റ്റി വെച്ചുകൊണ്ട് തന്നെ സംസാരിക്കുക. മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറമേ മറ്റൊന്ന് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു മാസം തീരെ ഗുണം ചെയ്യില്ല, നിങ്ങൾക്ക് ബാക്ക് ഫയർ ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ആരുമായിട്ടാണ് ഇന്ററാക്ട് ചെയ്യുന്നത്, അവര് ഒക്കെ ആയിട്ടുള്ള എനർജി ട്രാൻസാക്ഷനിൽ ഒരു ഫിൽറ്റർ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അതായത് നിങ്ങളുടെ തനതായിട്ടുള്ള ഒരു എനർജി, നിങ്ങളുടെ ഒരു ഡീഫോൾട്ട് എനർജി ഉണ്ട്. ആ എനർജിയിലേക്ക് മറ്റുള്ളവരുടെ എനർജി കയറി വരുന്ന സമയത്ത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങളുടെ തോട്ട്സ് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുമായിട്ട് പൂർണ്ണമായിട്ട് അലൈൻഡ് ആവാതെ വരിക. അവരുടെ നെഗറ്റിവിറ്റി നിങ്ങളെ ഓവർ പവർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഓറ പ്രൊട്ടക്ഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഓറ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളിലേക്ക് നെഗറ്റിവിറ്റി വരാതിരിക്കാനും നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റിവിറ്റി പുറത്തേക്ക് ഡ്രെയിൻഡ് ആയി പോവാതിരിക്കാനും ശ്രദ്ധിക്കണം. ഒരുപാട് എനർജി വാമ്പയർസുമായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നിങ്ങളുടെ എനർജി വലിച്ചു കുടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികൾ. അത് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാം? അതായത് നിങ്ങളൊരു വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ തനിയെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ എനർജി വാമ്പയർ തന്നെയാണ്. അവരുടെ ഇന്റൻഷൻ പ്യുവർ ആണോ
മോശമാണോ എന്നുള്ളത് ഡസൻ മാറ്റർ. അവരുടെ ഇന്റൻഷൻ ഡീപ്പ് ഇൻസൈഡ് ദ സോൾ നിങ്ങളോടുള്ളത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ എനർജി ഫീൽ ചെയ്യുന്നത്. അത് നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, നിങ്ങളുടെ ക്ലോസ് ഫ്രണ്ട് ആയിരിക്കാം, നിങ്ങളുടെ പാരൻസ് ആയിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം, റിലേറ്റീവ്സ് ആയിരിക്കാം, ആരുമായിരിക്കാം, നിങ്ങളുടെ കലീഗ്സ് ആയിരിക്കാം. നിങ്ങൾക്ക് പുറമേ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരിക്കും, പക്ഷെ ഡീപ്പ് ഇൻസൈഡ് സോൾ എനർജിയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വ്യക്തികളെ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധിക്കില്ലെന്നുണ്ടെങ്കിൽ കഴിവതും ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ കുറയ്ക്കുക, സംസാരം കുറയ്ക്കുക, എനർജി ട്രാൻസാക്ഷൻസ് കുറയ്ക്കുക. കൂടുതലായിട്ട് നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇൻവോൾവ് ആകുന്നത് നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുകയേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളിൽ ഫോക്കസ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇവിടെ ഒരു എനർജി ബാലൻസ് അത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ആ എനർജി ബാലൻസ് നിങ്ങളുടെ ഇമോഷൻസിലാണ് കൊണ്ടുവരേണ്ടത്. അത് നിങ്ങൾക്ക് ഈ വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് നിങ്ങളുടെ ഇമോഷണൽ ബാലൻസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇത് തകർക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ എത്തിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള സംസാരം പോലും നിങ്ങളുടെ ഈ ഇമോഷൻസിനെ അലോസരപ്പെടുത്തും. നിങ്ങൾക്ക് എന്താണെന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ പെർസിസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിന് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, സ്പിരിച്വൽ വിസ്ഡം അത് മാത്രമാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. കാർമിക് എനർജി റിലീസ് അത് ചെയ്യുക. അത് നിങ്ങൾക്ക് കാർമിക് എനർജി റിലീസിനുള്ള മെഡിറ്റേഷൻസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കാനായിട്ടുള്ള ഒരു സഹായം അത് ചെയ്തു തരുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടത് 2 ഓഫ് ഇമോഷൻസ് ആണ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. 2 ഓഫ് ഇമോഷൻസ്, അതായത് ഒരു സൈഡിൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആക്കുന്നുണ്ടെങ്കിൽ മറു സൈഡിൽ നിങ്ങൾക്ക് ആ എനർജി ബാലൻസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും നിങ്ങൾക്ക് വരുന്നുണ്ട്. അതായത് നിങ്ങളിലേക്ക് എനർജി തരികയും എന്നാൽ അവരുടെ എനർജി ഡ്രെയിൻഡ് ആക്കുകയും ഇല്ലാത്ത വ്യക്തികൾ. അതിനെയാണ് നമ്മൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റർ ആവുന്നതാണ് ഈ ഒരു മാസം. അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ഇന്ററാക്ഷൻ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുതരും, ഒരുപാട് സന്തോഷം കൊണ്ടുതരും. ആൻഡ് ഇവിടെ വേൾഡ് വന്നിട്ടുണ്ട്. അതായത് ഒരു കൊളാബറേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും, നിങ്ങൾക്കൊരു ട്രാവൽ ഉണ്ടാവും, ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രാവൽ നിങ്ങൾക്കുണ്ടാകും. അതോടൊപ്പം തന്നെ മനസ്സ് നിറയുന്ന സിറ്റുവേഷൻസും ഉണ്ടാകും, മനസ്സ് ഡ്രെയിൻഡ് ആക്കുന്ന സിറ്റുവേഷൻസ് രണ്ടും തുല്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാകും. കാരണം ഇവിടെ 2 ഓഫ് ഇമോഷൻസ് വന്നിട്ടുണ്ട്, അതായത് സന്തോഷം നിറയ്ക്കുന്ന ഇമോഷൻസ് ആണ്. എന്നാൽ വേൾഡ് കാർഡ് ആ ഇമോഷൻസിന്റെ ഒരു പീക്ക് ലെവലാണ്. അതോടൊപ്പം ചില കാർമിക് സിറ്റുവേഷൻസും എൻകൗണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ കാർമിക് സിറ്റുവേഷൻ തന്നെ നിങ്ങൾക്ക് എൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ഒരു മാസം ആ കാർമിക് സിറ്റുവേഷൻ അതിന്റെ പീക്ക് ലെവലിൽ പോയിട്ട് നിങ്ങൾക്ക് ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഓൾറെഡി നിങ്ങളിപ്പോൾ ഈ ഒരു ജൂൺ എൻഡോട് കൂടിയിട്ട് ആ ഒരു സഫോക്കേഷൻ അനുഭവിക്കുന്നുണ്ടാവാം. ഒരു മിഡ് ജൂലൈ ആവുമ്പോഴത്തേനും നിങ്ങൾക്ക് അതിനൊരു മാറ്റം ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ആയിരിക്കും. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ റീയൂണിയൻ പോസിബിൾ ആണ്. ആൻഡ് ചില വ്യക്തികൾ നിങ്ങളുടെ ഒരു ലൈഫ് പാർട്ട്ണറിനെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു മന്ത് കൂടെ ആയിരിക്കും. 2 ഓഫ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള സോൾമേറ്റിനെ നിങ്ങൾ മീറ്റ് ചെയ്യുക, നിങ്ങളുടെ റിഫ്ലക്ഷൻ പോലെയുള്ള ഒരു പാർട്ട്ണർ. സോ നിങ്ങളുടെ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളെ എത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റീവ് ആക്കി വെക്കാമോ ആ റിഫ്ലക്ഷൻ ആണ് നിങ്ങളുടെ പാർട്ട്ണറിലും ഉണ്ടാവുക. സോ നിങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ വ്യക്തികളും, സ്പെഷ്യലി നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ നിങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ ഒരു ബ്ലെയിമിങ് എനർജിയിലാണെങ്കിൽ അവിടെ നിന്നും ഒരു അകൽച്ചയായിരിക്കും ഉണ്ടാവുക. അതേസമയം നിങ്ങൾ ലവ് ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണ്, ഫൊർഗീവ്നെസിന്റെ ഫ്രീക്വൻസിയിൽ, ലെറ്റ് ഗോ ചെയ്യാനുള്ള ഫ്രീക്വൻസിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള ഇന്ററാക്ഷനും അതേപോലെ ആയിരിക്കും. വളരെ ഇമോഷണലി നിങ്ങളെ ഹാപ്പി ആക്കുന്ന സിറ്റുവേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങളുടെ മാസ്റ്റർ കാർഡ് ഗ്രേറ്റ് ടീച്ചർ, ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ എക്സ്പീരിയൻസസ് ആണ് നിങ്ങളുടെ ലെസൺസ്. ഈ ഒരു മാസം നിങ്ങൾ തുടങ്ങുന്നത് തന്നെ ഒരുപാട് ലെസൺസോട് കൂടിയിട്ടായിരിക്കും. ആ ലെസൺസിന്റെ റിവാർഡ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഈ ജൂലൈയിൽ. കാരണം നിങ്ങൾ ഇപ്പോൾ വളരെ പെർസിസ്റ്റിംഗ് ആയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചാലഞ്ചസ് ആണ്. ഈ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുറമെ വളരെ സ്മൂത്ത് ആയിരിക്കും കാര്യങ്ങൾ നോക്കുന്ന സമയത്ത്, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ നല്ല രീതിയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്.
അതിങ്ങനെ സ്ഥിരമായി സർഫസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സാഹചര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതാണ്. ആ ലെസൺ ആണ് പഠിക്കേണ്ടത്. ഇന്ന സാഹചര്യം വന്നപ്പോൾ എൻ്റെ ബാലൻസ് എനിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സാഹചര്യത്തിനെ നോക്കി കാണേണ്ട ഒരു രീതി എങ്ങനെയാണ്, അത് ചേഞ്ച് ചെയ്യുക. ഇത്രയും നാളും നിങ്ങൾ നോക്കി കണ്ടതിൽ നിന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനെല്ലാം, നിങ്ങളുടെ പ്രയേഴ്സിനെല്ലാം യൂണിവേഴ്സ് ഒരു ആൻസർ തരുന്ന ഒരു മാസമായിരിക്കും. സയൻസ് ആൻഡ് സിമ്പിൾസിൽ കൂടെ യൂണിവേഴ്സ് ആൻസേഴ്സ് തരും. അതുപോലെ തന്നെ സന്തോഷത്തിൽ കൂടി സമാധാനം അനുഭവിക്കാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും. അതുപോലെ തന്നെ വാട്ടർ ഗാർഡിയൻ, കണക്ട് വിത്ത് യുവർ ഇമോഷൻസ്. നിങ്ങൾക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് ഈ സാഹചര്യങ്ങളിൽ നിന്നും. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീച്ചർ ആവാണ്. ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസസ്. ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്താണ്? സാധാരണ ഉണ്ടാവുന്ന എക്സ്പീരിയൻസസിനെ ഡീപ്പറായിട്ട് അനലൈസ് ചെയ്തത് മനസ്സിലാക്കി അതിന്റെ റൂട്ട് കോസ് കണ്ടെത്തി സോൾവ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്, സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? നിങ്ങളുടെ സോളിനെ നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണ്. നിങ്ങളുടെ സോള് എന്തൊക്കെയാണ് അട്രാക്ട് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്? യെസ്, ഇതൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പൊ അതിലെന്താണ് നെഗറ്റീവ് ഉള്ളത്? അത് തിരികെ റിഫ്ലക്ട് ചെയ്ത് നോക്കുക, റെസിപ്രൊക്കേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ നെഗറ്റിവിറ്റിയാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ സോളിൽ ഈ കറക്ഷൻസ് നടത്തുമ്പോൾ എനിക്ക് വേണ്ട പോസിറ്റീവ് എനർജി എന്നിലേക്ക് വരും. വർക്ക് ഓൺ യുവർ സെൽഫ്. നിങ്ങൾ കോൺസ്റ്റന്റ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അവിടെ ഗ്രോത്ത് ഉണ്ടാവും. ആൻഡ് ഈ വാട്ടർ ഗാർഡിയൻ പറയുന്നത് നിങ്ങൾക്ക് ഏഞ്ചൽസിന്റെ ഒരു സപ്പോർട്ട് ലഭ്യമാണ്. അതുപോലെ നിങ്ങളുടെ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്, അതൊരു ശാപമല്ല. നിങ്ങളൊരു സെൻസിറ്റീവ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെയാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്. അത് മറ്റൊരു വ്യക്തിയെ അഫക്റ്റ് ചെയ്യുന്നതിലും ഉപരിയായിട്ട് നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ ഷെയർ ചെയ്താൽ അവർക്ക് മനസ്സിലാവുകയില്ല. കാര്യം ചെറിയ ഒരു കാര്യമല്ലേ പറഞ്ഞത്, ചെറിയ കാര്യമല്ലേ സംഭവിച്ചിട്ടുള്ളത്. അത് ഇത്രമാത്രം മനസ്സിലെടുക്കാൻ എന്തിനാണ് ഇത്ര ഫീൽ ചെയ്യുന്നത്? അവർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കാം. കാരണം നിങ്ങളുടെ അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ അല്ലാത്തത് കൊണ്ടാണത്. അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനോ അവരെ തിരുത്താനോ അവരെ മാറ്റാനോ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക. നിങ്ങൾ മാറ്റേണ്ടത് നിങ്ങളെയാണ്. ആ സെൻസിറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ എന്താണ് പഠിച്ചത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ മൈൻഡിനെ അവിടെ നിന്ന് സ്ട്രെങ്ത്തിലേക്ക് കൊണ്ടുവരിക. ഏത് കാര്യവും നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സെൻസിറ്റീവ് ആകുന്നത്. നിങ്ങൾ ഒന്നും സെൻസ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ സെൻസിറ്റിവിറ്റി ഇല്ല, റൈറ്റ്? ഒരു വ്യക്തി നിങ്ങളോട് പറയുന്ന കാര്യങ്ങള് അവരുടെ വിഷമങ്ങളായിരിക്കാം, അവരുടെ പരാതികളായിരിക്കാം, നിങ്ങളെ ബ്ലെയിം ചെയ്യുന്നതായിരിക്കാം, നിങ്ങളോട് വഴക്കുണ്ടാക്കുന്നതായിരിക്കാം, എന്തുമാവാം. പക്ഷെ ഇത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു എംപത് ആയതുകൊണ്ടാണ്, നിങ്ങൾ ആ വ്യക്തിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് വാല്യൂ കൊടുക്കുന്നതുകൊണ്ടാണ്, മൂല്യം കൊടുക്കുന്നതുകൊണ്ടാണ്, നിങ്ങൾക്ക് അവർ പറയുന്നതിന് നിങ്ങളൊരു കാര്യമായി എടുക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്ക് അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. അതിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യുക. അതായത് ഒരു വ്യക്തി അവരുടെ വിഷമം പറയുന്ന സമയത്തും നിങ്ങളോളം അത് കേട്ട് സൊല്യൂഷൻ കൊടുക്കാൻ വേറെ ആർക്കും പറ്റില്ല. കാരണം നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നിങ്ങളുടെ പോസിറ്റിവിറ്റിയാണ്. എന്നാൽ നിങ്ങളിലേക്കൊരു ബ്ലെയിമിങ്, ഒരു നെഗറ്റിവിറ്റി വരുന്ന സമയത്ത് അത് നിങ്ങൾ ഉൾക്കൊള്ളുന്നത്, അത് നിങ്ങളുടെ സെൻസിറ്റിവിറ്റി, അവിടെയാണ് നിങ്ങൾക്ക് കേഴ്സ് ആണ് എന്ന് തോന്നുന്നത്. പക്ഷെ അതിനെ കേഴ്സ് അല്ല, പോസിറ്റിവിറ്റി ആക്കുക. എങ്ങനെയാണ്? നിങ്ങളുടെ ഓറ പ്രൊട്ടക്ട് ചെയ്ത് വെക്കുക. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് നിങ്ങളുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യാത്ത വിധം ഒരു ഡിറ്റാച്ച്മെന്റ് കൊണ്ടുവരാം, ഒരു അറ്റാച്ച്ഡ് ഡിറ്റാച്ച്മെന്റ്. അതായത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക. എൻ്റെ പാത എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഇന്നർ വോയിസ് എനിക്ക് പറഞ്ഞു തരും. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്കൊരു ബ്ലെയിമിങ് വരുന്നവരോ എനിക്ക് നെഗറ്റീവ് സാഹചര്യങ്ങൾ വരുന്നവരെയോ ഞാൻ ഉള്ളിലേക്ക് എടുക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ തോന്നുന്നതാണ് പറയുന്നത്. അത് എൻ്റെ ഇന്നർ വോയിസുമായിട്ട് അലൈൻഡ് അല്ല. എൻ്റെ ഇന്നർ വോയിസ് എന്ന് പറയുന്നത് എൻ്റെ സോളിന്റെ വോയിസ് ആണ്. എൻ്റെ ഇൻറ്റ്യൂഷൻ അതെനിക്ക് ഡിവൈൻ തന്നിട്ടുള്ള ഗൈഡൻസ് ആണ്. ട്രസ്റ്റ് യുവർ ഗൈഡൻസ്, ട്രസ്റ്റ് യുവർ ഓൺ ഇന്നർ വോയിസ്.
മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, അത് അവരുടെ തോന്നലാണ് പറയുന്നത്. ഇവിടെ നമ്മൾ എടുത്തു പറയുന്നത് നിങ്ങൾ അത്രയും സെൻസിറ്റീവ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളും അഫക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് പോലും ചെയ്യാൻ പറ്റാത്ത വിധം ഒരു ഇൻബാലൻസിലേക്ക് പോകുന്നത് കൊണ്ടാണ്. ഇത് നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ ഇഷ്യൂസ് കൊണ്ട് തരും. ആ കോൺസെൻട്രേഷൻ ഇഷ്യൂസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഡിറ്റാച്ച്മെന്റ് വേണം. നിങ്ങൾക്കിത് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തേ പറ്റൂ. ആ മെഡിറ്റേഷൻ ചെയ്യുന്ന പ്രോസസ്സ് എന്താണ്? നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മൾ 5-10 മിനിറ്റ് നമ്മുടെ മനസ്സിനൊരു റെസ്റ്റ് കൊടുക്കുക. ഉറങ്ങുമ്പോൾ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് വർക്ക് ചെയ്യുന്നത്. ഉണർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡിന് നിങ്ങൾ റെസ്റ്റ് കൊടുക്കുകയാണ്. ആ ഒരു റെസ്റ്റിംഗ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടായി വരും. ഐഡിയാസ് എടുക്കാനുള്ള, ആക്ഷൻ എടുക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടായി വരും. കോൺസെൻട്രേഷൻ, ഫോക്കസ്, കൺസിസ്റ്റൻസി ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടായി വരും. ഇതാണ് ഒരു മനുഷ്യന് ആവശ്യം. നിങ്ങൾ ചെയ്യാനുള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വരേണ്ട പോസിറ്റീവ് കാര്യങ്ങൾക്കൊന്നും ഡിലേ വരില്ല, തടസ്സങ്ങൾ വരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യേണ്ട റൈറ്റ് കാര്യം ചെയ്യുന്നില്ല. നിങ്ങൾ പോകേണ്ട റൈറ്റ് പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ആവുന്നുണ്ട്. അതൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണ്. എന്താണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാത്തത്? നിങ്ങളെ തന്നെ, നിങ്ങളുടെ സോളുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ചാലഞ്ച് വരുന്നത്. നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി അല്ല എന്ന മെസ്സേജാണ് യൂണിവേഴ്സിന് ഉണ്ടാവുന്നത്. സോ അവിടെ മാറ്റുക, വർക്ക് ഓൺ യുവർ സെൽഫ്. ആൻഡ് ഈ ഒരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാവുന്നതാണ്: ഐ ആം നോട്ട് പെർഫെക്റ്റ് ആൻഡ് ദാറ്റ്സ് ഓക്കെ. ആരും പെർഫെക്റ്റ് അല്ല. പെർഫെക്ഷൻ എന്ന് പറയുന്നത് ദൈവീകമാണ്, അല്ലെ? ഒരു ഡിവൈൻ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ളത്. ഹ്യൂമൻ ബീങ്സ് ആരും പെർഫെക്റ്റ് അല്ല. പക്ഷെ ആ ഇംപെർഫെക്ഷൻസ് ആണ് അവരുടെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആ ഇംപെർഫെക്ഷൻസിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അവരുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത്. അത് ഓരോ വ്യക്തിയിലുമുള്ള ഇംപെർഫെക്ഷൻസ് എന്താണ്, അതിനെ ക്ലിയർ ചെയ്ത് വരുന്നതാണ് ഇവരുടെ സോൾ പർപ്പസ്. അത് അവർ സ്വയം പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്നതിൽ അവർ എത്രത്തോളം വിജയിക്കുന്നുണ്ട് എന്ന് നോക്കുന്നത് അവരവരുടെ ജീവിതം കറക്റ്റ് ആകുന്നുണ്ടോ എന്നുള്ളതിലാണ്. അവർക്ക് റിവാർഡ് വരുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിയുമ്പം ഡിവൈൻ നിങ്ങളിലേക്ക് സോൾ പർപ്പസുകളെ ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ പഠിച്ച ലെസൺസ് നിങ്ങൾ പഠിപ്പിക്കൂ മറ്റുള്ളവരെ. അത് ഏത് തരത്തിലുള്ള നോളജും, നിങ്ങളുടെ സ്പിരിച്വൽ വിസ്ഡം ആവാം, ടെക്നിക്കൽ വിസ്ഡം ആവാം, ടെക്നിക്കൽ നോളജ് ആവാം, എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് ഇതെല്ലാം. അത് വളരെ വളരെ വാല്യുബിൾ ആണ്. സോ ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളുടെ ടീച്ചറാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വയം ടീച്ചറാവുകയാണ്. ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ്. ആൻഡ് ഇവിടെ ക്രിയേഷൻ ആണ്. നമുക്ക് ക്വീൻ ഓഫ് ഇൻസ്പിറേഷനും വന്നിട്ടുണ്ട്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഈ ഒരു മാസം. അതിനുവേണ്ടി നിങ്ങളുടെ എനർജി സേവ് ചെയ്ത് വെക്കുക. ഡിസ്ട്രാക്ട് ചെയ്ത് കളയാതിരിക്കുക. പോസിറ്റിവിറ്റി നിങ്ങൾക്ക് തരുന്നവരുമായിട്ട് മാത്രം ഇന്ററാക്ട് ചെയ്യുക. അതായത് നിങ്ങളുടെ എനർജി വാമ്പയേഴ്സിനെ കണ്ടെത്തുക. അവരിൽ നിന്നും സ്വയം ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളൊരു ഗീവർ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ആ എനർജി സേവ് ചെയ്യാൻ പറ്റില്ല. ഒരു പ്രൊവൈഡർ ആവാം നിങ്ങൾക്ക്. ആ പ്രൊവൈഡർ ആകുക എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് അവരുടെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവും. അതേസമയം നിങ്ങളൊരു ഗീവർ ആകുക, ദർസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഗീവർ ആൻഡ് പ്രൊവൈഡർ. ഗീവർ ആകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊടുത്തോണ്ടേ ഇരിക്കുകയാണ്, ഇങ്ങനെ കൊടുക്കാണ്. പക്ഷെ അത് നിങ്ങൾക്കൊരു ഗുണവും ചെയ്യുന്നില്ല. ആൻഡ് ഇവിടെ ബ്ലെസ്സിങ്സ് വന്നിട്ടുണ്ട്, ത്രൈവിങ് വന്നിട്ടുണ്ട്. അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് വരാനുള്ള ഒരു മാസമാണ്. അതായത് നിങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കലി സ്പിരിച്വലി ഒക്കെ ബ്ലെസ്ഡ് ആവുന്ന ഒരു മാസമാണ്. ഇവിടെ മാരേജ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് കരിയറിൽ നിങ്ങൾക്കൊരു അപ്ഗ്രഡേഷൻ പോസിബിൾ ആണ്. പുതിയതായിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വ്യക്തികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങൾ സ്വയമായിട്ടുള്ള ഒരു സമയം നിങ്ങൾക്ക് കൊടുക്കുക. അതും വളരെ വളരെ അത്യാവശ്യമാണ്. നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കേണ്ട സമയമാണ്. അതുപോലെ തന്നെ സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായിട്ടുള്ള ഒരു സമയം. അത് ബ്യൂട്ടിഫുള്ളി നിങ്ങൾ അതിജീവിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്, മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതൊക്കെ ഫോക്കസ് ഇല്ലായ്മയാണ് ഫസ്റ്റ് ഓഫ് ഓൾ. അവിടെ നിന്നാണ് നിങ്ങൾക്ക് കറേജ്, കോൺഫിഡൻസ്,
ക്ലാരിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതായത് ഗ്രൂപ്പ് നമ്പർ 1, നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചിങ് സിറ്റുവേഷൻസ് ഇപ്പോൾ ഉണ്ടാവുന്നതിൽ നിന്ന് നിങ്ങൾ പഠിക്കുകയാണ് പാഠങ്ങൾ. നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിന് അതൊരു മുതൽക്കൂട്ടാണ്. അതുകൊണ്ട് ഹോപ്പ് ഉണ്ട്, ഹോപ്പ് ഇല്ലാതെ ഇല്ല. നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാം, നിങ്ങൾക്ക് ഇവിടെ ഒരു നെഗറ്റീവ് കാർഡ്സ് പോലും വന്നിട്ടില്ല. ദിസ് ഇസ് എ വെരി 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 പോസിറ്റീവ് മന്ത്. നിങ്ങൾ എന്താണോ ആ നിങ്ങളെ നിങ്ങൾ പൂർണ്ണമായി ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കുക. സെൽഫ് ലവ്. ഞാൻ പെർഫെക്റ്റ് അല്ല, മറ്റുള്ളവർ പെർഫെക്റ്റ് ആണ്, എനിക്കിതില്ല, എനിക്കതില്ല. നോ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ഉള്ളതിനെ എല്ലാം നിങ്ങൾ സ്നേഹിക്കുക, ഇല്ലാത്തതിനെ നേടിയെടുക്കാൻ ശ്രമിക്കുക, കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ജീവിതം. ഉള്ളതിന് ഉള്ളത് സമയത്ത് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടല്ല അത് അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, എനിക്കത് വേണമായിരുന്നു. നോ, ഉള്ള സമയത്ത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഗ്രാസ് ഇസ് നോട്ട് ഗ്രീനർ ഓൺ ദ അതർ സൈഡ്. അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ സൈഡിലാണ് നല്ലത്. അതുകൊണ്ട് നിങ്ങൾ എവിടെയാണോ വാട്ടർ ചെയ്യുന്നത് അവിടെയാണ് ഗ്രാസ് ഗ്രീനർ ആവുന്നത്. നിങ്ങൾ എവിടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു അവിടെയാണ് അത് തഴച്ചു വളരുക. നിങ്ങൾ നിങ്ങളിൽ വർക്ക് ചെയ്യുക, അവിടെ നിങ്ങൾ ഗ്രോ ചെയ്യാണ്. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കിയിരിക്കേണ്ട അവരെന്ത് തരുന്നു, അവരെന്ത് ചെയ്യുന്നു. നോ. ഓക്കെ, സോ ഇതായിരുന്നു ഗ്രൂപ്പ് നമ്പർ 1 നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഗ്രോത്ത് തന്നെയാണുള്ളത്. നിങ്ങളുടെ ഇമോഷൻസിന് ബാലൻസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നിങ്ങളുടെ ഫിനാൻസ്, വെൽത്ത്, ക്രിയേറ്റിവിറ്റി, പാഷൻ ഇതെല്ലാം ഇംപ്രൂവ് ചെയ്യാനുള്ള ചാൻസസ് നിങ്ങൾക്ക്, ഓപ്പർച്യൂണിറ്റീസിന്റെ ഒരു കലവറ നിങ്ങൾക്ക് ഈ ഒരു മാസം തുറന്നു തരുന്നുണ്ട്. റിലേഷൻഷിപ്പ് വൈസ് ആണെങ്കിലും ഒക്കെ തന്നെ റൈറ്റ് പാർട്ട്ണറിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഒരു മിഡിൽ ഓഫ് ജൂലൈ അതിനുശേഷം. ഓക്കെ, യെസ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. കൂടാതെ നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ് ആണ് ആവശ്യം, നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ആണ് ആവശ്യം എന്നുണ്ടെങ്കിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ കോഴ്സസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ കൺസൾട്ടിങ് ആവശ്യമാണ്, മൈൻഡ് മാസ്റ്ററി ലെസൺസ് ആവശ്യമാണ്, സ്പിരിച്വൽ ഗൈഡൻസസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. സോ നമുക്ക് ഇനി ഗ്രൂപ്പ് നമ്പർ 2 ഫയർ ഗാർഡിയൻ സെലക്ട് ചെയ്ത് നിങ്ങളുടെ റീഡിംഗിലേക്ക് കിടക്കാം. ഹായ്, ഹലോ. ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾ ഫയർ ഗാർഡിയൻ സെലക്ട് ചെയ്ത നിങ്ങളുടെ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ മന്ത് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, ഫിനാൻസ്, കരിയർ, റിലേഷൻഷിപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരിക്കും, അതുപോലെ എന്തൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം, എന്തൊക്കെ ചാലഞ്ചസ് ആയിരിക്കും, എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആയിരിക്കും, ചാലഞ്ചസിനെ നിങ്ങൾക്ക് എങ്ങനെ മറികടക്കാം, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്കുള്ള ടാരോ ഗൈഡൻസ് ആണ്. ഇത് നിങ്ങളുടെ ഒറാക്കിൾ ഗൈഡൻസ് ആൻഡ് ദിസ് ഇസ് യുവർ അഫർമേഷൻ ഫോർ ദ മന്ത് ആൻഡ് ദിസ് ഇസ് യുവർ മൂൺ ഗൈഡൻസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഫയർ ഗാർഡിയൻ ആണ് നിങ്ങളുടെ മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത്. ഫയർ എലമെന്റ് ആണ്. ഇഗ്നൈറ്റ് യുവർ പാഷൻ. നിങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആണ്. നിങ്ങൾ അതിനൊരു മൂല്യം ഈ സമയം കൊടുക്കേണ്ടതാണ്. നിങ്ങളുടെ പാഷൻ നിങ്ങൾ ഈ ഒരു മാസം ഫോളോ ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡോഴ്സ് ഓപ്പൺ ആയി വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് അഗ്നി. എന്തുകൊണ്ടാണ്? ഏത് തരത്തിലുള്ള മാലിന്യങ്ങളെയും വൃത്തിയാക്കുന്നതോടൊപ്പം സ്വയം ശുദ്ധമായിട്ടിരിക്കുകയും ചെയ്യും. ജലം എങ്ങനെയാണ്? മാലിന്യങ്ങൾ വൃത്തിയാക്കും, എന്നാൽ സ്വയം അത് മലിനമാവുകയാണ് ചെയ്യുന്നത്, അല്ലെ? അഗ്നി അങ്ങനെയല്ല, സ്വയം ജ്വലിച്ചുകൊണ്ട് ശുദ്ധമായിട്ടാണ് ഇരിക്കുന്നത്. അത് നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു എനർജി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളെ ഹീൽ ചെയ്യാനായിട്ട് സാധിക്കും സ്വയം. അതോടൊപ്പം നിങ്ങളുടെ എനർജി ഡ്രെയിൻഡ് ആവാതെ തന്നെ നിങ്ങൾ അൺഅഫക്റ്റഡ് ആയി ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഹീൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് നിങ്ങളുടെ ഒരു ടാലന്റ് ആണ്, ഒരു ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ്. അതിനെ നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. അത് നിങ്ങൾ ആർജിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനെ ഭയപ്പെട്ട് മാറി നിൽക്കല്ല വേണ്ടത്.
ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ കാണുന്ന വ്യക്തികൾ നിങ്ങളൊരു ഹീലർ ആയിരിക്കാം, നിങ്ങളൊരു ഡോക്ടർ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഫീൽഡിലുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിരിക്കാം, സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കാം, നിങ്ങളൊരു ടാരോ റീഡർ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒക്കൾട്ടുമായിട്ട് ബന്ധമുള്ള വ്യക്തിയായിരിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കൊണ്ടുപോലും നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികൾക്ക് ഒരു ഗൈഡൻസ് കൊടുക്കാൻ കഴിവുള്ളവരായിരിക്കാം. അത് നിങ്ങളുടെ ഇന്നർ ടാലന്റ് ആണ്. ഇവിടെ നിങ്ങളുടെ പാഷൻ ഫോളോ ചെയ്യുക. ആൻഡ് സ്പെഷ്യലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഫിസിക്കൽ റിലേഷൻസ് വളരെയധികം ഇംപ്രൂവ് ആകുന്നതാണ് ഈ ഒരു മാസം. ആ ഒരു ബോണ്ടിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ഫയർ എനർജിയാണുള്ളത്. പാഷൻ, റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് വളരെ പാഷൻ ഫീൽ ചെയ്യുന്നതാണ്. ഈ ജേർണി എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്കാണ്, ഇന്ന ജേർണിയാണ്. അതായത് ഡ്രീംസ് ക്യാൻ കം ട്രൂ, ഡ്രീംസ് റിയാലിറ്റി ആയിട്ട് വരും. അതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഈ ഒരു മാസം അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് നോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ഇന്നർ വിഷൻ അത് നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഡ്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി, മദർ എർത്തിന്റെ ഹാർട്ട് ബീറ്റ്സ് ആണ് ഡ്രംസ് വഴി എക്കോ ചെയ്യപ്പെടുന്നതെന്നാണ് പറയുന്നത്. ഡ്രംസിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ആർ ദ എക്കോസ് ഓഫ് ദ ഹാർട്ട് ബീറ്റ്സ് ഓഫ് മദർ എർത്ത്. ഇതിന് ഒരു സൈക്കിക് എബിലിറ്റി ഉണ്ട്. നിങ്ങളെ ഒരു ഹിപ്നോട്ടൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, ഒരു ട്രാൻസ് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ഹയർ റെലംസിലായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ വളരെ സമയം ഈ ഡ്രംസിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, ലിസൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹിപ്നോട്ടിക് സ്റ്റേജിൽ പോകും. അവിടെ നിങ്ങളുടെ ഹയർ കോൺഷ്യസ്നെസ്സുമായിട്ട് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും ഗൈഡൻസ് ലഭിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള, മറ്റൊന്നും ഡിസ്റ്റർബ് ചെയ്യാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകും. അതായത് നിങ്ങളുടെ ചെവിയിൽ ഈ ഒരു ശബ്ദമായിരിക്കും മുഴങ്ങുക. അത് നിങ്ങളുടെ ഇന്നർ വോയിസിലേക്ക് നിങ്ങളെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ, എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസസിനെ ഒഴിവാക്കാൻ സഹായിക്കും. അവിടെ നിങ്ങൾക്ക് ഇന്നർ ഗൈഡൻസ് കിട്ടും. അതായത് നിങ്ങളുടെ ഇന്നർ വോയിസ് കേൾക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ ക്ലാരിറ്റി കൂട്ടാനായിട്ടും നിങ്ങളുടെ ഒരു വിഷൻ ഉണ്ട്. അതൊന്നും നിങ്ങളുടെ ഇമാജിനേഷൻസ് ഒന്നും അല്ല, അത് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ആണ്. നിങ്ങളുടെ സോള് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളിപ്പോൾ റിയാലിറ്റി ആക്കേണ്ട സമയമാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. പേടിച്ചിരിക്കാതിരിക്കുക. ഇന്നർ ഇൻസൈറ്റ്സ് ആൻഡ് ഇൻഫർമേഷന് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. ഇവിടെ നമുക്ക് ഓൾറെഡി പാഷൻ വന്നിരുന്നു. ഇത് ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പാഷൻ റിയാലിറ്റി ആക്കാൻ പറ്റുന്ന ഒരു മാസമാണിത്. നിങ്ങളുടെ ഡീപ്പ് ഡിസയർ, നിങ്ങളുടെ ഡീപ്പ് വിഷസ്, ഇതൊക്കെ നിങ്ങൾക്ക് റിയാലിറ്റി ആക്കാൻ പറ്റുന്ന, അതായത് ഡ്രീംസ് ഡു കം ട്രൂ. ഡെഫിനറ്റ്ലി ഡ്രീംസ് എന്ന് പറയുന്നത് വെറുതെ പകൽ സ്വപ്നം കണ്ട് ദിവാസ്വപ്നം കണ്ടിരിക്കാനുള്ളത് മാത്രമല്ല. അത് നിങ്ങൾക്ക് പ്രാവർത്തികമാക്കി അത് അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്ത് സന്തോഷിക്കാൻ തന്നെ ഉള്ളതാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് വിസ്ഡം. ഇവിടെ നിങ്ങളൊരു സീ ലൈഫ് കാണുന്നുണ്ട്. നമ്മൾ കടല് നോക്കുന്ന സമയത്ത് അതിന്റെ മുകൾ വശം എന്ന് പറയുന്നത് അത് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളരെ റഫാണ് അല്ലെ. എന്നാൽ നിങ്ങൾ കടലിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് അവിടെ ഒരു സ്റ്റിൽനെസ് ഉണ്ട്, ഒരു കാംനെസ് ഉണ്ട്. അവിടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് ജീവജാലങ്ങൾ അവരുടേതായ ഒരു ജീവിതം അവിടെ ആസ്വദിച്ച് ജീവിക്കുന്നുണ്ട്, വളരെ കാമായിട്ട് തന്നെ. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എടുക്കേണ്ടതായിട്ടുള്ള ഒരു വിസ്ഡമാണ്, സ്പിരിച്വൽ വിസ്ഡമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിന്റെ പുറമേ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ചാലഞ്ചിങ് ആണ്, ഒരു ഗ്രോത്ത് നിങ്ങൾ ഉണ്ടാക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. കാരണം നിങ്ങളൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആ ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. പക്ഷെ നിങ്ങൾ കോൺസ്റ്റന്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ഡീപ്പ് ഇൻസൈഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ എടുക്കുന്ന ഓരോ പ്രവർത്തനത്തിനും അവിടെ ഒരു പ്രോഗ്രസ് ഉണ്ടാവുന്നുണ്ട്, ഒരു സെറനിറ്റി ഉണ്ട്, ഒരു പീസ് ഉണ്ട്, സോൾ ഇവോൾവ് ആകുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കുന്നു ഔട്ട്സൈഡ്, അതായത് മെറ്റീരിയലിസ്റ്റിക്കലി, മെറ്റീരിയൽ വേൾഡിൽ എന്നുള്ളത് ഡസൻ മാറ്റർ. നിങ്ങൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്,
നിങ്ങൾ എത്രത്തോളം ഇന്റൻഷൻ വെക്കുന്നുണ്ട്, എത്രത്തോളം ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്, ആ ആക്ഷൻ എടുക്കുന്നതിലാണ് നിങ്ങളുടെ ഇന്നർ ഗ്രോത്ത് ഉണ്ടാവുന്നത്, നിങ്ങളുടെ സോൾ ഇവോൾവ് ആവുന്നത്. അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ റിസൾട്ട് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തിരികെ വരികയും ചെയ്യും. അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടൈം ഫ്രെയിമിൽ നടന്നില്ലെന്നുണ്ടെങ്കിൽ നിരാശപ്പെടാതിരിക്കുക. നിങ്ങൾ കോൺസ്റ്റന്റ്ലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു ആക്ഷൻ എടുക്കുക. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എത്രത്തോളം പ്യുവറായിട്ട് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഇമാജിൻ ചെയ്തിട്ടുണ്ട്, വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്, ആഗ്രഹിച്ചിട്ടുണ്ട്, പ്ലാനിങ് നടത്തിയിട്ടുണ്ട്, നിങ്ങളെ കൊണ്ട് പറ്റുന്നതായിട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്, എത്ര പരിശുദ്ധമായിട്ട്, എത്ര സത്യസന്ധമായിട്ട്. അത് നിങ്ങൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് റിവാർഡ് വരും. കോസ് ആൻഡ് എഫക്റ്റിൽ വിശ്വസിക്കുക എപ്പോഴും. അത് മറ്റുള്ളവർ കണ്ടില്ല എന്നോർത്ത് നിങ്ങൾ വിഷമിക്കാതിരിക്കുക. നിങ്ങളെ കാണേണ്ടത് ആരാണ്? നിങ്ങൾ തന്നെയാണ്. ഡിവൈൻ ആണ്. ആ ഡിവൈൻ ആണ് തോട്ട്സ്. എവിടെ നിന്നാണ് തോട്ട്സ് വരുന്നത്? നിങ്ങൾ പോലും വിചാരിക്കാതെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓരോരോ തോട്ട്സ് വരുന്നുണ്ട്. ഓരോ വ്യക്തികളെ കുറിച്ചുള്ള തോട്ട്സ് വരുന്നുണ്ട്, ഓരോ ഡ്രീംസ് ഉണ്ടാവുന്നുണ്ട്, ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് മനസ്സിൽ തന്നെ. ഡിവൈൻ ആയിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന തോട്ട്സ് ആണ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള റിവാർഡ് തരേണ്ട സാഹചര്യത്തിനോ വ്യക്തികൾക്കോ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ആ റിവാർഡ് തരാൻ വേണ്ടി ഡിവൈൻ അവരുടെ ഉള്ളിൽ ആ തോട്ട്സ് ഉണ്ടാക്കി കൊടുക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കൃത്യമായി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതാണ്. ഡെഫിനറ്റ്ലി ഗ്രോത്ത് തന്നെയാണ് ഉണ്ടാകുന്നത്. ഈ ഒരു സ്പിരിച്വൽ വിസ്ഡം ആണ് നിങ്ങൾക്ക് ഈ ഒരു മാസം ഉടനീളം ആവശ്യം. നിങ്ങൾ തളർന്നു പോകുമ്പോൾ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ തളർന്നു പോകും. ആ സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഇതാണ്. ഇത് നിങ്ങൾക്ക് മോട്ടിവേഷൻ തരികയാണ് ചെയ്യുന്നത്, നിങ്ങളെ ഇനിയും ഇനിയും മുന്നോട്ട് പോകാനുള്ള ഹോപ്പ് തരികയാണ് ചെയ്യുന്നത്. ആൻഡ് റിലാക്സേഷൻ, നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും എൻജോയ് ചെയ്ത് നിങ്ങൾ ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് അതിനൊരു സിഗ്നേച്ചർ കൊടുക്കാൻ സാധിക്കുക. നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരിക്കും, ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യണമായിരിക്കാം. അതൊക്കെ ഡെഡ് ലൈൻ ഒക്കെ റൈറ്റ് ആണ്. പക്ഷേ ഈ ഡെഡ് ലൈൻ വെച്ചൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രഷറാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ആ പ്രഷറിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ഒരു സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിനോ സർവീസിനോ, അതിന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനോ, നിങ്ങൾക്ക് ആ കൊടുക്കുന്ന വ്യക്തി, ആ റിസീവ് ചെയ്യുന്ന ആ വ്യക്തി, അവർക്കും അത്, അല്ലെങ്കിൽ വ്യക്തികൾ, അവർക്കും അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന്റെ ഫസ്റ്റ് സ്റ്റേജ്, സക്സസ് ആക്കാനുള്ള ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിലാക്സ്ഡ് ആവുക എന്നുള്ളത്. നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരുന്നുകൊണ്ട് അതിൽ എൻജോയ് ചെയ്ത് ചെയ്യുക. അവിടെയാണ് ആ കാംനെസ്സിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യണം, അടുത്തത് ചെയ്യാനുണ്ട്, ഇത് ഫിനിഷ് ചെയ്തിട്ട് വേണം എനിക്ക് അത് ചെയ്യാൻ, അത് ചെയ്തിട്ട് വേണം എനിക്ക് ഇത് ചെയ്യാൻ. ഈ 3 കാര്യത്തിനും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവില്ല. അതേസമയം അതെന്തായാലും ചെയ്യേണ്ടതാണ്, ചെയ്യും, അത് വരുന്ന സമയത്ത് അത് ചെയ്യും. പക്ഷെ ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നതിൽ പൂർണ്ണ ഫോക്കസ്, പൂർണ്ണ ഡെഡിക്കേഷൻ, അതിൽ തന്നെ ചിന്തകൾ കൊടുത്ത് ചെയ്യുക. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ദെയർ. നിങ്ങൾ ആ രണ്ടാമത്തെ പ്രവൃത്തി ചെയ്യേണ്ടതിന്റെ പകുതി കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് ഈ ആദ്യത്തെ പ്രോസസ്സ് ചെയ്യുന്നത് വഴി ഫിനിഷ് ചെയ്യാൻ സാധിക്കും, ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ. സോ റിലാക്സേഷൻ വളരെ അത്യാവശ്യമാണ്. അടുത്തത് പേജ് ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്, ടെമ്പറൻസ്, ചാരിയറ്റ്, സ്റ്റാർ ആൻഡ് 6 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഓഫേഴ്സ്, ഓപ്പർച്യൂണിറ്റീസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ വിചാരിക്കുന്നതിലും വ്യത്യസ്തമായ ഓഫേഴ്സ് ആയിരിക്കും. പക്ഷെ നിങ്ങൾ എന്ത് വിചാരിക്കുന്നോ അതിലും ഒരു പടി മുകളിൽ തന്നെയായിരിക്കും അതുള്ളത്. ഇത് ചില വ്യക്തികൾക്ക് ഒരു ന്യൂ ജോബ് ഓഫർ ആണ്, ചില വ്യക്തികൾക്ക് ഇതൊരു പ്രപ്പോസൽ ആണ്, പുതിയ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിന്റെ ഒരു തുടക്കമാണ്, ചില വ്യക്തികൾക്ക് നിങ്ങളുടെ പാഷനിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്കൊരു കറേജ് ആവശ്യമായിട്ട് വരും ഈ ഓപ്പർച്യൂണിറ്റി വർക്ക്ഔട്ട് ആക്കി എടുക്കാനായിട്ട്. അതായത് ഈ ഓപ്പർച്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്യാനും അത് നേടിയെടുക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. കാരണം നിങ്ങളുടെ മനസ്സ് ചിന്ന ഭിന്നമായിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതായത്
പല പല തോട്ട്സിൽ ഇരിക്കുകയാണ്. അതിനെ എല്ലാത്തിനെയും കൂടി ഇങ്ങനെ കൂട്ടി 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 ഒന്നിച്ചു കൊണ്ടുവന്ന് ഒരേ ഡയറക്ഷനിലേക്ക് ഫോക്കസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഒറ്റ ലക്ഷ്യം ഒരു സമയത്ത്, മൾട്ടി ടാസ്കിങ് വേണ്ട. ആൻഡ് ജഡ്ജ്മെന്റ് ആൻഡ് സ്റ്റാർ കാർഡ് ഇത് നിങ്ങളുടെ ഒരു ഹീലിംഗ് ആണ് ഡെഫിനറ്റ്ലി. ആൻഡ് നിങ്ങൾ ഹീൽ ചെയ്യേണ്ടത് എന്ന് പറയുന്നത് ഈ ഒരു സമയത്ത് മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമാണ്. ആൻഡ് ഇത് ഒരു രീതിയിൽ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ലാസ്റ്റ് കോളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷ് ഫുൾഫിൽമെന്റ് ഇങ്ങനെ പേടി കാരണം, ഭയം, ട്രോമ ഇതൊക്കെ കാരണം നിങ്ങളിങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കിത് ഇപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി വരികയാണ്. ആൻഡ് ദിസ് ഇസ് യുവർ ലാസ്റ്റ് ചാൻസ്. അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങൾക്ക് മനസ്സിൽ ഇങ്ങനെ ആക്ഷൻ എടുക്കണമെന്ന് തീവ്രമായിട്ട് തോന്നുന്ന ഒരു കാര്യം നിങ്ങൾ തള്ളി വെക്കാതിരിക്കുക, പിന്നത്തേക്ക് വെക്കാതിരിക്കുക. അല്ലെങ്കിൽ അതും കൂടെ ആയിട്ട് ഇതാക്കാം, ഇതൊക്കെ ആയിട്ട് ഞാൻ അത് ചെയ്യാം, അത് ഇപ്പോൾ വർക്ക് ആവില്ല. യു ഹാവ് ടു ആക്ട് നൗ. അതിനൊരു ആത്മപരിശോധന. ഈ ആത്മപരിശോധന എപ്പോഴും എന്താണ്? ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ എന്ത് ചെയ്തത് തെറ്റിപ്പോയി, എങ്ങനെ കറക്റ്റ് ചെയ്യാം, എന്ത് ചെയ്യാം എന്നുള്ള ഒരു ആത്മപരിശോധനയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയം ആവശ്യമായിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സ്റ്റാർ കാർഡുമായിട്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാം. ടെമ്പറൻസ്, ഇമോഷണൽ ബാലൻസ്. ഒരു ഇമോഷണൽ ലോസ് നിങ്ങൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത് നിങ്ങളെ വല്ലാത്ത ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിലും എത്തിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി. പക്ഷെ ദാറ്റ് ഇസ് പാസ്റ്റ്. നൗ യു ആർ ഇൻ ദ പ്രസന്റ്. പ്രസന്റ് നന്നാക്കിയാലേ ഫ്യൂച്ചർ ഉണ്ടാവും. ഈ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഫ്യൂച്ചറിലല്ല ഇനി നേടാൻ സാധിക്കുക. ആ ഫ്യൂച്ചറിൽ നേടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രസന്റ് ആ നേട്ടത്തിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ പാസ്റ്റ് ഓർത്തോണ്ടിരുന്നാൽ എന്ത് ചെയ്യും? പോയ പാസ്റ്റ് തന്നെ ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ആവും. റൈറ്റ്. അതുകൊണ്ട് ആ ഇമോഷണൽ ബാലൻസ്, പ്രസന്റിൽ മൈൻഡ്ഫുൾനെസ്സിലും ഫുൾ കോൺഷ്യസ്നെസ്സിലും നിൽക്കാനായിട്ടുള്ള ഒരു പരിശ്രമം അത് ആവശ്യമാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടും ഫോക്കസ് ചെയ്യാനായിട്ടും മെഡിറ്റേഷനാണ് ഹെൽപ്പ് ചെയ്യുക. പലപ്പോഴും മൾട്ടിപ്പിൾ തോട്ട്സ്, മൾട്ടി ടാസ്കിങ് ഇതൊക്കെ നിങ്ങളുടെ എഫിഷ്യൻസി കുറയ്ക്കും എന്നുള്ളതാണ്. കാരണം ഹ്യൂമൻ ബ്രെയിൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു സമയം ഒരു കാര്യത്തിന് മാത്രമാണ് പൂർണ്ണ ഫോക്കസ് ഉള്ളൂ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം, പക്ഷെ ഒന്നിനും നിങ്ങൾ വിചാരിക്കുന്ന എഫിഷ്യൻസി ഉണ്ടാവില്ല, നിങ്ങൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്യില്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് പരിശ്രമിക്കുക എന്നുള്ളതാണ്. നറിഷ്മെന്റ് വന്നിട്ടുണ്ട്, റിവാർഡ് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്ന അഫർമേഷൻ എന്ന് പറയുന്നത് ഐ ബിലീവ് ഇൻ മീ എന്നുള്ളതാണ്. യെസ്, നിങ്ങളിൽ നിങ്ങൾ സ്വയം വിശ്വസിക്കുന്നു. ഞാൻ എന്നിൽ വിശ്വസിക്കുന്നു, എൻ്റെ കഴിവുകളിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഗ്രോത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ഇൻറ്റ്യൂഷനിൽ വിശ്വസിക്കുന്നു, ഞാൻ എന്നിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കുക നിങ്ങളെ മാത്രമാണ്. മറ്റുള്ളവരെ എങ്ങനെയാണ് നിങ്ങൾ വിശ്വസിക്കുക? അത് അവർ തെറ്റായതുകൊണ്ടല്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് അവർക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഗൈഡൻസിൽ വിശ്വസിച്ചാൽ അവർക്ക് വേണ്ട നിങ്ങളെയാണ് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ട നിങ്ങളെ സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് ആക്ഷൻസ് എടുക്കണം. ഓക്കെ. യെസ്, 6 ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ബാലൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഗ്രോത്ത് ആണ് ഡെഫിനറ്റ്ലി വരുന്നത്. കാരണം നിങ്ങൾക്ക് കൂടുതൽ എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അത്രയും, നിങ്ങൾക്ക് അത്യാവശ്യം എന്നതിന് ഉപരിയായിട്ടുള്ള ഫിനാൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇവിടെ ഷെയറിംഗ് ആണ്. ഷെയറിംഗ് ഇസ് ഓൾവേസ് കെയറിംഗ്. ഈ ഷെയറിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വ്യക്തികൾക്കും ഉണ്ട് അവരുടേതായ രീതിയിലുള്ള കാർമിസിറ്റി, കാർമിക് ഡെറ്റ്, പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാപങ്ങൾ, പ്രാരാബ്ധ കർമ്മങ്ങൾ. ഈ പ്രാരാബ്ധ കർമ്മങ്ങളെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്. അതിലൊരു വഴി നിങ്ങളുടെ പുണ്യം കൂട്ടുക എന്നുള്ളതാണ്. ഇത് ഫോർ എക്സാമ്പിൾ അത് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വാട്ടർ ബോട്ടിലിൽ കളറുള്ള ഒരു വാട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക. പിങ്ക് കളർ വാട്ടറാണ് പകുതി ഉണ്ടാവുന്നത്. നിങ്ങൾ അതിലേക്ക് പ്യോറായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.
നിങ്ങളത് ആദ്യം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ ബോട്ടിൽ നിറഞ്ഞു. അത് നിറയുന്ന സമയത്തും ഒരു ലൈറ്റ് പിങ്ക് അവിടെ ഷെയ്ഡ് വീണ്ടും ഉണ്ട്. വീണ്ടും വീണ്ടും നിങ്ങൾ അതിലേക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുളുമ്പി പോകും. ആ തുളുമ്പി പോകുന്ന വഴി ഈ പിങ്ക് കളർ വാട്ടറും പോകുന്നുണ്ട്. അതിങ്ങനെ പോയി 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 നിങ്ങൾ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഫൈനലി എന്താ സംഭവിക്കുക? ഫുൾ ക്ലിയർ വാട്ടർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഈ ഒഴിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ പുണ്യകർമ്മം. ആ പിങ്ക് കളർ വാട്ടർ ആണ് നിങ്ങളുടെ പ്രാരാബ്ധ കർമ്മം. അങ്ങനെ നിങ്ങളുടെ പുണ്യം നിങ്ങൾ കൂട്ടി 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 കൊടുക്കുന്ന സമയത്ത് അറിയാതെ തന്നെ നിങ്ങളുടെ ഈ പ്രാരാബ്ധ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോവാണ്. അപ്പൊ അതിന് പുണ്യകർമ്മത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ അറിവായിരിക്കാം, ഫിനാൻസ് ആയിരിക്കാം, ഫുഡായിരിക്കാം, മറ്റു മെറ്റീരിയൽസ് ആയിരിക്കാം, എന്ത് തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇവിടെ എല്ലാത്തിലും ഫോക്കസ് ഫൈനലി വരുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ഈ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക്, മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു രീതിയിലും പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് പ്രോഗ്രസ് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആയിരിക്കും. ഓക്കെ, യെസ്. സോ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിന്റെ മറ്റു വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ, കമന്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലുള്ള സ്പിരിച്വൽ ടോപ്പിക്സ് ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ഒരു തരത്തിൽ നിങ്ങളുടെ ജേർണിയിൽ സഹായകരമാകുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള ടോപ്പിക് സജഷൻസ് കോമന്റ് സെക്ഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസും ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ഗ്രൂപ്പ് നമ്പർ 2 നിങ്ങൾക്കുള്ള ജൂലൈ മന്ത് റീഡിംഗ് എന്ന് പറയുന്നത്. ഒരുപാട് ആസ്ട്രോളജിക്കൽ ഇവന്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മാനസികാവസ്ഥയെ ഇതൊക്കെ അഫക്റ്റ് ചെയ്യും. ലൈക്ക് നമ്മുടെ എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ തന്നെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ എന്ന് പറയുന്നത് പോലെ ഓരോ പ്ലാനറ്ററി ഗ്രാവിറ്റേഷണൽ പുള്ളും നമ്മളുടെ മനസ്സിൽ ആന്തരികമായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുതരുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ ഇതുപോലെയുള്ള ഡിവൈൻ സബ്ജക്ട്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങളുടെ മൈൻഡ് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ മൈൻഡ് മാസ്റ്ററി ലെസൺസ് വേണം, സൈക്കോളജിക്കൽ കൺസൾട്ടിങ് വേണം, സ്പിരിച്വൽ ഗൈഡൻസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്കൊരു പേഴ്സണൽ ഗൈഡൻസ്, ഒരു പേഴ്സണൽ റീഡിങ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റിനോട് വളരെയധികം താല്പര്യമുണ്ട് എങ്കിൽ ഇതുപോലെ ഒരു റീഡർ ആവാൻ, ടാരറ്റ് റീഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ടാരറ്റ് റീഡിംഗ് കോഴ്സസ് ഒക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പൊ അതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, യെസ്. നമുക്ക് അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട്, അടുത്തൊരു ഹെൽപ്ഫുൾ ടോപ്പിക്കുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ ഓൾ ഓഫ് യു ഓൾ ടേക്ക് കെയർ. ബൈ.